നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തെർമോഡൈനാമിക്സിൽ നിന്നും PSC ചോദിച്ച പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഓഫ് എ തെർമോഡൈനാമിക് സിസ്റ്റം? ഓപ്ഷൻ വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി. ഈ തന്നതിൽ ഏതാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആൻസർ പറയുന്നതിനേക്കാളും മുന്നേ ആദ്യം എന്താണ് ഒരു സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസും, എന്താണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി, എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ഈ കാര്യങ്ങൾ നോക്കാം. എന്താണ് ഒരു സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? ഒരു സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സിനാണ് നമ്മൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് യൂസ് ചെയ്യും. അതിനാണ് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു സിസ്റ്റത്തിനെ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഈ പ്രോപ്പർട്ടീസ് എല്ലാം മാക്രോസ്കോപ്പിക് നേച്ചർ ആണ്. അതുപോലെ പ്രോപ്പർട്ടീസ് എല്ലാം പോയിന്റ് ഫംഗ്ഷൻ ആണ്. അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോപ്പർട്ടീസ് പറയുന്നത്. അത് ആ പാത്തിനെ, പ്രോസസ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പ്രോപ്പർട്ടീസ് എല്ലാം എക്സാക്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഡിഫറൻഷ്യൽസ് കൂടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇന്റേണൽ എനർജി, ഇതൊക്കെ എന്താണ് പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾ ആണ്. ഒരു സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇതൊക്കെ. ഇനി പ്രോപ്പർട്ടീസിനെ നമുക്ക് സിസ്റ്റത്തിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇന്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് സിസ്റ്റം. മാസ് ഓഫ് സിസ്റ്റത്തിന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, സിസ്റ്റത്തിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പ്രഷർ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി, വിസ്കോസിറ്റി, ഇതൊക്കെ എന്താണ് ഇന്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ആണ്. ഇനി അപ്പോൾ എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി? പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദ സിസ്റ്റം. സിസ്റ്റത്തിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മാസ്, വോളിയം, എൻതാൽപ്പി, എൻട്രോപ്പി, എനർജി, ഇതൊക്കെ എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ആണ്. ഈ എക്സാമ്പിൾസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കണം. നെക്സ്റ്റ് സ്പെസിഫിക് പ്രോപ്പർട്ടി. സ്പെസിഫിക് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി പെർ യൂണിറ്റ് മാസ്. ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി പെർ യൂണിറ്റ് മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന് നമ്മൾ സ്പെസിഫിക് പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. സ്പെസിഫിക് വോളിയം എന്ന് വെച്ചാൽ എന്താണ്? വോളിയം പെർ യൂണിറ്റ് മാസ്. സ്പെസിഫിക് എനർജി എന്ന് വെച്ചാൽ എന്താ? എനർജി പെർ യൂണിറ്റ് മാസ്. സ്പെസിഫിക് എൻതാൽപ്പി എന്ന് വെച്ചാൽ എൻതാൽപ്പി പെർ യൂണിറ്റ് മാസ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഏതാണ്? ഓപ്ഷൻ എ വോളിയം. വോളിയം എന്താണ്? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. ബാക്കിയുള്ള എല്ലാ ഓപ്ഷനും എന്താണ്? മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസ് ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇൻ എൻ ഐസൊലേറ്റഡ് സിസ്റ്റം, ഓപ്ഷൻ എ മാസ് ഡസ് നോട്ട് ക്രോസ് ദ ബൗണ്ടറി, എനർജി ക്രോസസ് ദ ബൗണ്ടറി, മാസ് ആൻഡ് എനർജി ക്രോസ് ദ ബൗണ്ടറി, നൈദർ മാസ് നോർ എനർജി ക്രോസ് ദ ബൗണ്ടറി. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് തെർമോഡൈനാമിക് സിസ്റ്റത്തിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കാം. ഒന്ന് ക്ലോസ്ഡ് സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം, ഇങ്ങനെ മൂന്നായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, തെർമോഡൈനാമിക് സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? നോ മാസ് ട്രാൻസ്ഫർ അക്രോസ് ദ ബൗണ്ടറി. ബൗണ്ടറിക്ക് അക്രോസ് ആയിട്ട് മാസ് ട്രാൻസ്ഫർ ഒന്നും ഇല്ലാത്ത സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞത്. എനർജി ട്രാൻസ്ഫർ ഉണ്ടാവും, പക്ഷെ മാസ് ട്രാൻസ്ഫർ ഉണ്ടാവില്ല. അങ്ങനത്തെ സിസ്റ്റത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലോസ്ഡ് സിസ്റ്റം. അതിന് നമ്മൾ നോൺ ഫ്ലോ സിസ്റ്റം എന്ന് കൂടി പറയും. അതുപോലെ ഇവിടെ മാസ് എന്താണ്, കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ മാസ് കൺസേർവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ കൺട്രോൾ മാസ് സിസ്റ്റം എന്ന് കൂടി പറയും. ക്ലോസ്ഡ് സിസ്റ്റത്തിന് നമ്മൾ കൺട്രോൾ മാസ് സിസ്റ്റം എന്ന് കൂടി പറയും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഹോട്ട് വാട്ടർ ഒരു കപ്പിലെടുത്ത് അതിനൊരു കവർ വെച്ച് അടച്ചു വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും, അതൊരു ക്ലോസ്ഡ് സിസ്റ്റം ആണെന്ന് പറയാൻ പറ്റും. അവിടെ എന്താണ്, ഹീറ്റ് ട്രാൻസ്ഫർ മാത്രമേ നടക്കുന്നുള്ളൂ. എന്ത് നടക്കുന്നില്ല? മാസ് ട്രാൻസ്ഫർ നടക്കുന്നില്ല, അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫർ മാത്രം നടക്കുന്നു. അങ്ങനെയുള്ള സിസ്റ്റത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഓപ്പൺ സിസ്റ്റം അല്ലെങ്കിൽ ഫ്ലോ സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം പെർമിറ്റ് ബോത്ത് മാസ് ആൻഡ് എനർജി ട്രാൻസ്ഫർ. എനർജി ട്രാൻസ്ഫറും പെർമിറ്റ് ചെയ്യും, മാസ് ട്രാൻസ്ഫറും. ബൗണ്ടറിക്ക് അക്രോസ് ആയിട്ട് എനർജി ട്രാൻസ്ഫറും മാസ് ട്രാൻസ്ഫറും പെർമിറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ കൺട്രോൾ വോളിയം സിസ്റ്റം എന്നാണ് പറയുന്നത്. മറ്റൊരു പേരാണ് കൺട്രോൾ വോളിയം സിസ്റ്റം. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ എഞ്ചിനീയറിംഗ് ഡിവൈസുകളും ഓപ്പൺ സിസ്റ്റത്തിലാണ്. അതായത് പമ്പ്, കംപ്രസർ, ടർബൈൻ, ത്രോട്ടിൽ വാൽവ്, ഇതൊക്കെ എന്താണ് ഓപ്പൺ സിസ്റ്റത്തിലുള്ള ഡിവൈസുകളാണ്. ഇനി അടുത്തത് ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റം ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? ഡസ് നോട്ട് പെർമിറ്റ് ഫ്ലോ ഓഫ് മാസ് ഓർ എനർജി അക്രോസ് ദ ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം.
മാസ് ട്രാൻസ്ഫറും പെർമിറ്റ് ചെയ്യില്ല, എനർജി ട്രാൻസ്ഫറും പെർമിറ്റ് ചെയ്യില്ല. അതായത് സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ഒരു ഇന്ററാക്ഷനും ഇല്ലാത്ത സിസ്റ്റത്തിനാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കൊരു പെർഫെക്റ്റ്ലി ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ യൂണിവേഴ്സ് മാത്രമേ ഉള്ളൂ, സിസ്റ്റം പ്ലസ് സറൗണ്ടിങ്. അതാണ് ഒരു പെർഫെക്റ്റ്ലി ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ മറ്റൊരു പേരായിട്ടും നമുക്ക് എന്ത് പറയാം, യൂണിവേഴ്സ് എന്ന് പറയാം. നമ്മൾ തെർമോ ഫ്ലാസ്ക് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയും, പക്ഷെ അതൊക്കെ എന്തല്ല, ഒരു പെർഫെക്റ്റ്ലി ഐസൊലേറ്റഡ് സിസ്റ്റം അല്ല. അപ്പൊ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു, an isolated system. ഓപ്ഷൻ എന്താണ്, neither mass nor energy crosses the boundary. ആൻസർ ഓപ്ഷൻ ഡി. എനർജിയും ക്രോസ് ചെയ്യില്ല, മാസും എന്ത് ചെയ്യില്ല, ബൗണ്ടറി ക്രോസ് ചെയ്യില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സിസ്റ്റം ഈസ് എ സ്പെസിഫിക് ഫേസ് സറൗണ്ടഡ് ബൈ എ ബൗണ്ടറി. എ തെർമോഡൈനാമിക് അനാലിസിസ് ഈസ് കൺസേർഡ് വിത്ത്. ഓപ്ഷൻ എനർജി ട്രാൻസ്ഫർ ഓൺലി, മാസ് ട്രാൻസ്ഫർ ഓൺലി, എനർജി ആൻഡ് മാസ് ട്രാൻസ്ഫർ ഓൺലി, നൺ ഓഫ് ദ എബോവ്. ഒരു തെർമോഡൈനാമിക് അനാലിസിസ് എന്തിനൊക്കെ റിലേറ്റഡ് ആയിട്ടിരിക്കുന്നു, എനർജി ട്രാൻസ്ഫറിന് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നു, മാസ് ട്രാൻസ്ഫറിന് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി, എനർജി ആൻഡ് മാസ് ട്രാൻസ്ഫർ ഓൺലി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹീറ്റിംഗ് ആൻഡ് എക്സ്പാൻഡിംഗ് ഓഫ് എ ഗ്യാസ് ഈസ് കോൾഡ്. ഓപ്ഷൻ തെർമോഡൈനാമിക് സിസ്റ്റം, തെർമോഡൈനാമിക് സൈക്കിൾ, തെർമോഡൈനാമിക് പ്രോസസ്, തെർമോഡൈനാമിക് ലോ. ഒരു ഗ്യാസ് ഹീറ്റ് ചെയ്യുന്നു, അത് എക്സ്പാൻഡ് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? നമുക്ക് ഓരോ ഓപ്ഷനും നോക്കാം. ആദ്യത്തേത് തെർമോഡൈനാമിക് സിസ്റ്റം. എന്താ തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് വെച്ചാൽ, എ ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഓർ റീജിയൻ ഇൻ സ്പേസ് ചൂസൺ ഫോർ സ്റ്റഡി. നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യുന്ന ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിന് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഈ സിസ്റ്റത്തിന് പുറത്തുള്ള എല്ലാ റീജിയനെയും നമുക്ക് എന്ത് പറയാം, സറൗണ്ടിങ് എന്ന് പറയാം. സിസ്റ്റത്തിനെയും സറൗണ്ടിങ്ങിനെയും ചേർത്തിട്ട് നമ്മൾ പറയുന്നതാണ് യൂണിവേഴ്സ്. ഈ സിസ്റ്റത്തിനെയും സറൗണ്ടിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ക്ലോസ്ഡ് സർഫസിനെയാണ് നമ്മൾ ബൗണ്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റീജിയൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ സ്പേസിനെയാണ് നമ്മൾ തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി എന്താണ് തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയുന്നത്? സെക്കൻഡ് ഓപ്ഷൻ, പ്രോസസ് എന്ന് വെച്ചാൽ എന്താ, ഒരു തെർമോഡൈനാമിക് സിസ്റ്റം ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു പർട്ടിക്കുലർ സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒരു തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് 1-ൽ നിന്ന് സ്റ്റേറ്റ് 2-ലേക്ക് എന്ത് ചെയ്യുന്നു, സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ ഇതിനെ നമുക്കൊരു പ്രോസസ് എന്ന് പറയാം. ഈ പ്രോസസ്സിനിടയിൽ നടക്കുന്ന എല്ലാ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റുകൾ ഉണ്ടാവും. ഒരുപാട് ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റുകൾ ചേർന്നിട്ടാണ് ഈ ഒരു പ്രോസസ്സ് 1-ൽ നിന്ന് 2-ലേക്ക് സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റിനെയൊക്കെ നമുക്ക് എന്ത് പറയാം, എല്ലാം ചേർത്ത് നമുക്ക് പാത്ത് ഓഫ് എ പ്രോസസ് എന്ന് പറയാം. ഒരു പ്രോസസ് പാത്ത് ആണ് അത്. അപ്പോൾ പ്രോസസ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു സിസ്റ്റം ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു പർട്ടിക്കുലർ സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ സിസ്റ്റം ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു പർട്ടിക്കുലർ സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ, സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. ഒരു സ്റ്റേറ്റിലുള്ള പ്രോപ്പർട്ടീസ് മറ്റൊരു സ്റ്റേറ്റിലെത്തുമ്പോൾ എന്ത് ചെയ്യും, ആ പ്രോപ്പർട്ടീസിന്റെ വാല്യൂസിന് ചേഞ്ച് വരും. അപ്പൊ അതിനാണ് നമ്മളൊരു പ്രോസസ് എന്ന് പറയുന്നത്. ഇനി എന്താ ഒരു തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് വെച്ചാൽ, ഒരുപാട് പ്രോസസ്സുകൾക്ക് ശേഷം, അതായത് ഒരുപാട് സീരീസ് ഓഫ് പ്രോസസ്സിന് ശേഷം ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതൊരു സൈക്കിളാണ് അല്ലെങ്കിൽ ഒരു സൈക്ലിക് പ്രോസസ് ആണ് എന്ന് പറയാം. അതായത് സിസ്റ്റം ഏത് സ്റ്റേറ്റിൽ നിന്നാണോ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ എന്ത് ചെയ്യും, എൻഡ് ചെയ്യും. അപ്പൊ എന്തുണ്ടാവില്ല, സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ചസ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തെർമോഡൈനാമിക് സൈക്കിൾ അല്ലെങ്കിൽ ഒരു സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത്. ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ദ ഹീറ്റിംഗ് ആൻഡ് എക്സ്പാൻഡിങ് ഓഫ് എ ഗ്യാസ് ഈസ് കോൾഡ് ഡാഷ്. ഒരു ഗ്യാസ് ഹീറ്റ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിന്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ചസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, അതൊരു തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയാം. അതായത് സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്തു, അതുകൊണ്ട് നമുക്കതൊരു തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയാം. അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആണെങ്കിൽ നമുക്കതൊരു സൈക്കിൾ എന്ന് പറയാം. പക്ഷെ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം, അതൊരു പ്രോസസ് ആണ്. ആൻസർ ഓപ്ഷൻ സി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 വാട്ട് ഈസ് ഈക്വൽ ടു.
1 ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്, 1 ന്യൂട്ടൺ പെർ മിനിറ്റ്, 10 ന്യൂട്ടൺ പെർ സെക്കൻഡ്, 1000 ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്. നമുക്കറിയാം വാട്ട് എന്ന് പറയുന്നത് എന്താണ്? പവറിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ ഈ വാട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആൻസർ ഓപ്ഷൻ എ. ഇനി നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ. ഇന്റേണൽ എനർജി ഓഫ് എ പെർഫെക്റ്റ് ഗ്യാസ് ഡിപ്പെൻഡ്സ് ഓൺ ഓപ്ഷൻ ടെമ്പറേച്ചർ, സ്പെസിഫിക് ഹീറ്റ് ആൻഡ് പ്രഷർ, ഓപ്ഷൻ ബി ടെമ്പറേച്ചർ, സ്പെസിഫിക് ഹീറ്റ് ആൻഡ് എൻതാൽപ്പി, ഓപ്ഷൻ സി ടെമ്പറേച്ചർ, സ്പെസിഫിക് ഹീറ്റ് ആൻഡ് എൻട്രോപ്പി, ഓപ്ഷൻ ഡി ടെമ്പറേച്ചർ ഓൺലി. ഒരു പെർഫെക്റ്റ് ഗ്യാസിന്റെ ഇന്റേണൽ എനർജി താഴെ തന്നിരിക്കുന്ന പ്രോപ്പർട്ടീസിൽ ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ ഇന്റേണൽ എനർജി എന്ന് വെച്ചാൽ എല്ലാ മോളിക്കുലാർ ലെവൽ എനർജീസിന്റെയും സമ്മിനെയാണ് നമ്മൾ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. സം ഓഫ് ഓൾ മോളിക്കുലാർ ലെവൽ എനർജി. അതായത് മോളിക്കുലാർ ലെവൽ എനർജി എന്തൊക്കെ ഉണ്ടാവാം? ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഉണ്ടാവാം, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ടാവാം, വൈബ്രേഷൻ എനർജി ഉണ്ടാവും, ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവാം, കെമിക്കൽ എനർജി ഉണ്ടാവാം. ഈ എല്ലാ മോളിക്കുലാർ ലെവൽ എനർജീസിന്റെയും സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. ഈ ഇന്റേണൽ എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺലി. ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന്റെ ഫംഗ്ഷൻ ആണ്. അതായത് ടെമ്പറേച്ചർ ചേഞ്ചിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്റേണൽ എനർജിയിൽ ചേഞ്ച് ഉണ്ടാകുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇന്റേണൽ എനർജി എന്ത് സംഭവിക്കും? കൂടും. ടെമ്പറേച്ചർ കുറയുമ്പോൾ ഇന്റേണൽ എനർജി കുറയും. അപ്പോ ഇവിടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി. ഇന്റേണൽ എനർജി ഓഫ് എ പെർഫെക്റ്റ് ഗ്യാസ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ഓൺലി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The term NTP stands for option nominal temperature and pressure, option B natural temperature and pressure, option C normal temperature and pressure, option D normal thermodynamic practice. NTP എന്നുള്ള ടേം നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നാണ്. നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നമ്മൾ പ്രഷറും ടെമ്പറേച്ചറിനും രണ്ട് സ്റ്റാൻഡേർഡ് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് STPയും NTPയും. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറും നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറും. അതായത് പ്രഷറും ടെമ്പറേച്ചറും നമുക്കറിയാം പ്ലേസ് ടു പ്ലേസ് വേരി ചെയ്യും. അപ്പൊ നമ്മൾ ഒരു റെഫറൻസ് ടെമ്പറേച്ചറും പ്രഷറുമായിട്ട് ഉപയോഗിക്കുന്നതാണ് STPയും NTPയും. STP ഡിഫൈൻ ചെയ്തിരിക്കുന്നത് IUPAC ആണ്, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. STP പ്രകാരം സ്റ്റാൻഡേർഡ് റെഫറൻസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എയർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്, അതായത് 273.15 കെൽവിനും പ്രഷർ എന്ന് പറയുന്നത് 10⁵ പാസ്കലാണ്. പ്രഷർ 10⁵ പാസ്കൽ അല്ലെങ്കിൽ 1 ബാർ, ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 273.15 കെൽവിൻ. ഇനി NTP നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ റെഫറൻസ് ടെമ്പറേച്ചർ എയർ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് 293.15 കെൽവിനും പ്രഷർ 1 atm അല്ലെങ്കിൽ 101.325 കിലോ പാസ്കൽ. STPയിലെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എയർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസും പ്രഷർ 10⁵ പാസ്കലും. NTPയിലെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എയർ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസും പ്രഷർ 1 atm. ആ വാല്യൂസ് ഓർത്ത് വെക്കണം. ഇനി നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി? 8th ക്വസ്റ്റ്യൻ. ഓപ്ഷൻ പ്രഷർ, ടെമ്പറേച്ചർ, ഹീറ്റ് ആൻഡ് സ്പെസിഫിക് ഹീറ്റ്. ഈ തന്നിരിക്കുന്നതിൽ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം എന്തായിരുന്നു തെർമോഡൈനാമിക് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിന്റെ പർട്ടിക്കുലർ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രോപ്പർട്ടീസ്. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ എന്താണ്? പോയിന്റ് ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ മാത്രമാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു പോയിന്റിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ പ്രോപ്പർട്ടീസ് അല്ലാത്ത ഏതാണ്? ഹീറ്റ് ആണ് ആൻസർ. ഓപ്ഷൻ സി. ഹീറ്റ് ഒരു പാത്ത് ഫംഗ്ഷൻ ആണ്. ഒരു പർട്ടിക്കുലർ പ്രോസസ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രോസസ് പാത്തിന് എബൌട്ട് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് എന്ത്? ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഉണ്ടാകുന്ന എനർജി ട്രാൻസ്ഫറിനെയാണ് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഉണ്ടാകുന്ന എനർജി ട്രാൻസ്ഫർ അതൊരു പാത്ത് ഫംഗ്ഷൻ ആണ്, ഇൻഎക്സാക്ട് ഡിഫറൻഷ്യലാണ്. ഹീറ്റ് ഒരു പാത്ത് ഫംഗ്ഷൻ ആണ്, ഇൻഎക്സാക്ട് ഡിഫറൻഷ്യലാണ്. അതുകൊണ്ട് തന്നെ അതെന്തല്ല, ഒരു പ്രോപ്പർട്ടി അല്ല. പ്രോപ്പർട്ടി ആയിരിക്കണം എന്തായിരിക്കണം? ഒരു പോയിന്റ് ഫംഗ്ഷൻ ആയിരിക്കണം, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ആയിരിക്കണം. ഇനി നമ്മൾ ഇവിടെ ഹീറ്റിന്റെ കേസിൽ മറ്റൊരു പോയിന്റും കൂടി ഓർത്ത് വെക്കുക.
ഹീറ്റ് അഡീഷൻ അതായത് ഹീറ്റ് ടു ദ സിസ്റ്റം എന്താണ് പോസിറ്റീവ് ആണ്. ഹീറ്റ് റിജക്ഷൻ അല്ലെങ്കിൽ ഹീറ്റ് ഫ്രം ദ സിസ്റ്റം എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ സിസ്റ്റം നെഗറ്റീവ് ആണ്. ആ പോയിന്റ് കൂടെ ഓർത്ത് വെക്കും. അപ്പോൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ഹീറ്റ്. ഹീറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, എ സിസ്റ്റം ഈസ് സെഡ് ടു ബി തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ഇഫ് ഇറ്റ് ഈസ് ഇൻ ഓപ്ഷൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം, തെർമൽ ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയം, ഓൾ ഓഫ് ദ എബോവ്. എപ്പോഴാണ് നമ്മളൊരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയുന്നത്? എന്താണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസിന് ചേഞ്ച് ഒന്നും ഇല്ലാത്ത കണ്ടീഷനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലെങ്കിൽ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സിസ്റ്റത്തിൽ ഒരുപാട് പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ചേഞ്ചസ് നടന്നിട്ട് ഫൈനലി സിസ്റ്റം എന്ത് ചെയ്യും വരും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലെത്തും. അതെന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും അല്ലെങ്കിൽ ഐസൊലേറ്റഡ് സ്റ്റേറ്റ് ആയിരിക്കും. ആ സ്റ്റേറ്റിൽ എന്തുണ്ടാവില്ല? സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കണ്ടീഷനെയാണ് നമ്മൾ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയം, തെർമൽ ഇക്വിലിബ്രിയം. ഈ 3 ഇക്വിലിബ്രിയം കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? നോ ഫോഴ്സ് ഇംബാലൻസ് വിത്തിൻ ദ സിസ്റ്റം ഓർ ഓൾസോ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. സിസ്റ്റത്തിനുള്ളിലോ അല്ലെങ്കിൽ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലോ ഫോഴ്സ് ഇംബാലൻസ് ഒന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രഷർ ഡിഫറൻസ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ഒരു മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റം എന്ന് പറയാം. ഫോഴ്സ് ഇംബാലൻസ് ഇല്ലാത്ത സിസ്റ്റംസ് ആണ് എന്ത്? മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റം. ഇനി കെമിക്കൽ ഇക്വിലിബ്രിയം. എന്താ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദ സിസ്റ്റം ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. സിസ്റ്റത്തിന്റെ കെമിക്കൽ കോമ്പോസിഷനിൽ ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും നടക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള സിസ്റ്റത്തിന് നമുക്ക് എന്ത് പറയാം? അത് കെമിക്കൽ ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റം ആണെന്ന് പറയാം. ഇനി തേർഡ് വൺ, തെർമൽ ഇക്വിലിബ്രിയം. എന്താ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? ടെമ്പറേച്ചർ ഈസ് സെയിം ത്രൂ ഔട്ട് ദ എൻറ്റയർ സിസ്റ്റം. സിസ്റ്റത്തിലെ ടെമ്പറേച്ചർ എൻറ്റയർ സിസ്റ്റത്തിൽ എന്തായിരിക്കണം? സെയിം ആയിരിക്കും. അല്ലെങ്കിൽ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ടെമ്പറേച്ചർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഈ 3 ഇക്വിലിബ്രിയം കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ നമുക്ക് എന്ത് പറയാം? സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്തായിരിക്കും? എ സിസ്റ്റം ഈസ് സെഡ് ടു ബി തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ഇഫ് ഇറ്റ് ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം പ്ലസ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം പ്ലസ് കെമിക്കൽ ഇക്വിലിബ്രിയം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ്. ഈ 3 ഇക്വിലിബ്രിയം കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഇത് ഒരു തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റം ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി 10th ക്വസ്റ്റ്യൻ, ദ തെർമോഡൈനാമിക്സ് primarily deals in change of state from dash. Option electrical energy to useful work done, wind power to useful work, heat to work, none of the above. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് പ്രൈമർലി ഏത് എനർജി ട്രാൻസ്ഫറിനെയാണ് ഡീൽ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം തെർമോഡൈനാമിക്സ് എന്ന വേർഡിന്റെ മീനിങ് തന്നെ തേമും ഡ്യൂനാമിക്സും ആണ്. തേം എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് ആണ് മീനിങ്. ഡ്യൂനാമിക്സ് എന്ന് പറയുന്നത് പവർ അല്ലെങ്കിൽ റേറ്റ് ഓഫ് വർക്ക്. അപ്പോൾ തെർമോഡൈനാമിക് മീൻ ചെയ്യുന്നത് എന്താണ്? ഹീറ്റ് ടു വർക്ക് ആണ്. അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറും ആണ് തെർമോഡൈനാമിക്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതായത് ഒരു ഓർഗനൈസ്ഡ് അല്ലാത്ത എനർജി ഫോം ഹീറ്റിനെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് എനർജി അല്ലെങ്കിൽ വർക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി, ഹീറ്റ് ടു വർക്ക് ആണ് എന്ത് ചെയ്യുന്നത്? തെർമോഡൈനാമിക് ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ, ടെമ്പറേച്ചർ മെഷർമെന്റ് ഈസ് ബേസ്ഡ് ഓൺ ഓപ്ഷൻ 0th law of thermodynamics, 1st law of thermodynamics, 2nd law of thermodynamics, 3rd law of thermodynamics. ടെമ്പറേച്ചർ മെഷർമെന്റ് തെർമോഡൈനാമിക്സിന്റെ ഏത് ലോനെ ബേസ് ചെയ്തിട്ടാണ്? നമുക്ക് ഓരോ ഓപ്ഷനും നോക്കാം. ഫസ്റ്റത്തെ ഓപ്ഷൻ 0th law of thermodynamics. എന്താണ് 0th lawന്റെ സ്റ്റേറ്റ്മെന്റ്? when a body A is in thermal equilibrium with body B and also separately with body C, then B and C will be in thermal equilibrium with each other. അതായത് A എന്നുള്ള ഒരു ബോഡിയും B എന്നുള്ള ബോഡിയും എന്താണ്? തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്.
അതുപോലെ എ എന്നുള്ള ബോഡിയും സി എന്നുള്ള ബോഡിയും സെപ്പറേറ്റ്ലി തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ബിയും സിയും എന്തായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പൊ എന്താ അത് പറയുന്നത്? എ എന്നുള്ള ബോഡിയുടെയും ബി എന്നുള്ള ബോഡിയുടെയും ടെമ്പറേച്ചർ സെയിം ആണ്. എ എന്നുള്ള ബോഡിയുടെയും സി എന്നുള്ള ബോഡിയുടെയും ടെമ്പറേച്ചറും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെയും സിയുടെയും ടെമ്പറേച്ചർ എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി സെയിം ആയിരിക്കും. ഇതാണ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ ടെമ്പറേച്ചർ മെഷർമെന്റിന്റെ ബേസ് എന്ന് പറയുന്നത് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ടെമ്പറേച്ചർ മെഷർമെന്റിന്റെ ബേസിസ് എന്താണ്? 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ, 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. എന്താ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. എനർജി ഈസ് കൺസേർവ്ഡ്, അതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ഹീറ്റും വർക്കും രണ്ട് ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജിയാണ്, അത് കൺസേർവ്ഡ് ആണ്. അതായത് ഒരു ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? കൺസേർവ്ഡ് ആണ്. അതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ഇനി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എനർജി ട്രാൻസ്ഫറിന്റെ ഡയറക്ഷനെ പറ്റിയിട്ടാണ്. സെക്കൻഡ് ലോ പറയുന്നത് പ്രോസസ് ക്യാൻ ഒക്കർ ഓൺലി ഇൻ സർട്ടൻ ഡയറക്ഷൻ ആൻഡ് ദാറ്റ് എനർജി ഹാസ് ബോത്ത് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. പ്രോസസ്സിന് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമേ ഒക്കർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എനർജി ട്രാൻസ്ഫർ എന്താണ്? ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേ ഉണ്ടാവുള്ളൂ. ആ എനർജിക്ക് എന്തുണ്ടാവും? ക്വാളിറ്റി ഉണ്ടാവും, ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പൊ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഒന്ന് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും മറ്റൊന്ന് ക്ലാസിയസ് സ്റ്റേറ്റ്മെന്റും. അതിൽ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എനി ഡിവൈസ് ദാറ്റ് ഓപ്പറേറ്റ് ഓൺ എ സൈക്കിൾ ടു റിസീവ് ഹീറ്റ് ഫ്രം എ സിംഗിൾ റിസർവോയർ ആൻഡ് പ്രൊഡ്യൂസ് ആൻ ഈക്വലന്റ് എമൗണ്ട് ഓഫ് വർക്ക്. അതായത് ഒരു സൈക്കിളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസിന് ഒരു സിംഗിൾ റിസർവോയറിന് ഹീറ്റ് റിസീവ് ചെയ്തിട്ട് ഈക്വലന്റ് എമൗണ്ട് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു സിംഗിൾ റിസർവോയറിന് മാത്രം ഹീറ്റ് റിസീവ് ചെയ്തിട്ട് ഈക്വലന്റ് എമൗണ്ട് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് ഹീറ്റിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അത് കുറച്ച് റിജക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഹീറ്റ് എന്തല്ല, ഒരു ഹയർ ഗ്രേഡ് എനർജി അല്ല, ഹീറ്റ് ഒരു ലോവർ ഗ്രേഡ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. വർക്ക് ഒരു ഹയർ ഗ്രേഡ് എനർജിയാണ്. വർക്കിനെ നമുക്ക് ഹീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ ഇതാണ് ഫസ്റ്റ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇതില് ഈ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് ഹീറ്റ് എഞ്ചിന്റെ വർക്കിംഗിന്റെ ബേസിസ് എന്ന് പറയുന്നത്. ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റിനെ അബൌട്ടായിട്ടാണ്. ഇനി ക്ലാസിയസ് സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് ലോന്റെ ക്ലാസിയസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഡിവൈസ് ദാറ്റ് ഓപ്പറേറ്റ് ഇൻ എ തെർമോഡൈനാമിക് സൈക്കിൾ ആൻഡ് പ്രൊഡ്യൂസ് നോ ഇഫക്ട് അതർ ദാൻ ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം ലോവർ ടെമ്പറേച്ചർ ബോഡി ടു ഹയർ ടെമ്പറേച്ചർ ബോഡി. ഒരു തെർമോഡൈനാമിക് സൈക്കിളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസിന് ലോവർ ടെമ്പറേച്ചറിൽ നിന്ന് ഹയർ ടെമ്പറേച്ചറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല വിത്തൗട്ട് കൺസ്യൂമിങ് സം അതർ ഫോം ഓഫ് എനർജി. വേറൊരു ഫോം ഓഫ് എനർജിയും കൺസ്യൂം ചെയ്യാതെ ലോവർ ടെമ്പറേച്ചറിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഹയർ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ എന്താണ് പറയുന്നത്? എനർജി ട്രാൻസ്ഫറിന്റെ ഡയറക്ഷൻ ആണ് ഹീറ്റ് ഹയർ ടെമ്പറേച്ചർ ബോഡിയിൽ നിന്ന് ലോവർ ടെമ്പറേച്ചർ ബോഡിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. റെഫ്രിജറേഷന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ക്ലാസിയസ് സ്റ്റേറ്റ്മെന്റ് ആണ്. റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്നത് എന്തിലാണ്? ക്ലാസിയസ് സ്റ്റേറ്റ്മെന്റിലാണ്. അപ്പൊ ഇതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ഇനി തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു അറ്റൈൻ ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ ഇൻ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പറേഷൻസ്. അതായത് ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. അതായത് 0 കെൽവിൻ എന്നുള്ള ടെമ്പറേച്ചർ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ 0 കെൽവിനിലേക്ക് വരുമ്പോഴത്തേക്കും മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി 0 ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ എൻട്രോപ്പി 0 ആയിട്ട് മാറും. മോളിക്യൂൾസ് ഫ്രീസ് ചെയ്യും. അതായത് മാറ്റർ എന്താവും? മാറ്റർ ക്രിസ്റ്റലൈസ് ചെയ്യും അല്ലെങ്കിൽ സോളിഡിഫൈ ചെയ്യും. അപ്പോ 0 കെൽവിൻ എന്നുള്ള ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. അതാണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. അങ്ങനെ അറ്റൈൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ വയലേഷൻ ആയി പോകും. അപ്പോൾ അതിന്റെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എൻട്രോപ്പി ഓഫ് ഓൾ പെർഫെക്റ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് ഈസ് 0 അറ്റ് ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ 0 കെൽവിനിലെ എല്ലാ സബ്സ്റ്റൻസിന്റെയും എൻട്രോപ്പി എന്തായിരിക്കും? 0 ആയിരിക്കും, അല്ലെങ്കിൽ മോളിക്യൂൾസ് ഫ്രീസ് ചെയ്യും. അപ്പൊ
അപ്പൊ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ കൈനറ്റിക് എനർജി സീറോ ആയിരിക്കും, എൻട്രോപ്പി സീറോ ആയിരിക്കും, 0 കെൽവിൻ ആയിരിക്കും. അപ്പൊ ഇതാണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ഇനി ഇവിടെ ടെമ്പറേച്ചർ മെഷർമെന്റ് പഠിക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു 4 ടെമ്പറേച്ചർ സ്കെയിലും കൂടി അറിഞ്ഞിരിക്കണം. അതാണ് ഒന്ന് കെൽവിൻ സ്കെയിൽ, ഫസ്റ്റ് വൺ കെൽവിൻ സ്കെയിൽ, സെക്കൻഡ് വൺ ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ, തേർഡ് വൺ റാങ്കൈൻ സ്കെയിൽ, ഫോർത്ത് വൺ ഡിഗ്രി ഫാരൻഹീറ്റ് സ്കെയിൽ. ഇതില് കെൽവിൻ സ്കെയിലാണ് നമ്മൾ ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. ആബ്സല്യൂട്ട് സീറോ കെൽവിൻ ആണ് ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി കെൽവിൻ സ്കെയിലിൽ വാട്ടറിന്റെ ഐസ് പോയിന്റ് എന്ന് പറയുന്നത് 273.15 കെൽവിനും സ്റ്റീം പോയിന്റ് 373.15 കെൽവിനാണ്. ഇതിനിടയിൽ ഈ സ്കെയിലിനെ 100 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓരോ പാർട്ടും 1 കെൽവിൻ ആയിരിക്കും. ഇനി സെൽഷ്യസ് സ്കെയിലിലേക്ക് വരുവാണെങ്കിൽ ഐസ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, സ്റ്റീം പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. റാങ്കൈൻ സ്കെയിലിൽ ഐസ് പോയിന്റ് 491.67 ഡിഗ്രി റാങ്കൈൻ ആണ്, സ്റ്റീം പോയിന്റ് 671.67 ഡിഗ്രി റാങ്കൈൻ ആണ്. ഇതിനിടയിൽ ഇതിനെ 180 ഈക്വൽ പാർട്ടുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ പാർട്ടും ഓരോ ഡിഗ്രി റാങ്കൈൻ ആയിരിക്കും. ഇനി ഫാരൻഹീറ്റ് സ്കെയിലിൽ ഐസ് പോയിന്റ് എന്ന് പറയുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്, സ്റ്റീം പോയിന്റ് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇതിനെയും 180 ഈക്വൽ പാർട്ടായിട്ട് ഈ ഒരു ഇന്റർവെലിന്റെ ഇടയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓരോ പാർട്ടും 1 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും വാല്യൂസ് എന്ത് ചെയ്യണം, നമ്മൾ ഓർത്ത് വെക്കണം. ഈ സ്കെയിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ തെർമോഡൈനാമിക്സ് ഓപ്പൺ സിസ്റ്റം മാസ് ആൻഡ് എനർജി ക്രോസ് ദ ബൗണ്ടറി, ഓൺലി മാസ് ക്രോസ് ദ ബൗണ്ടറി, ഓൺലി എനർജി ക്രോസ് ദ ബൗണ്ടറി, മാസ് ആൻഡ് എനർജി ഡു നോട്ട് ക്രോസ് ദ ബൗണ്ടറി. എന്തായാലും തെർമോഡൈനാമിക്സ് ഓപ്പൺ സിസ്റ്റവും മാസ് ട്രാൻസ്ഫറും എനർജി ട്രാൻസ്ഫറും അലോ ചെയ്യുന്ന സിസ്റ്റംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. ബൗണ്ടറിക്ക് അക്രോസ് ആയിട്ട് മാസ് ട്രാൻസ്ഫറും ഉണ്ടാവും, എനർജി ട്രാൻസ്ഫറും ഉണ്ടാവും. അപ്പോൾ ആൻസർ എന്താണ്, ഓപ്ഷൻ എ, മാസ് ആൻഡ് എനർജി ക്രോസ് ദ ബൗണ്ടറി. ഇനി നെക്സ്റ്റ് 13th ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ പാത്ത് ഫംഗ്ഷൻ? ഓപ്ഷൻ പ്രഷർ, ടെമ്പറേച്ചർ, വർക്ക്, ഡെൻസിറ്റി. ഈ തന്നതിൽ ഏതാണ് പാത്ത് ഫംഗ്ഷൻ? അപ്പൊ എന്താണ് പാത്ത് ഫംഗ്ഷൻ, എന്താണ് പോയിന്റ് ഫംഗ്ഷൻ? നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് പോയിന്റ് ഫംഗ്ഷൻ. ഒരു പ്രോസസ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോയിന്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. വേരിയബിൾസ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ പാത്ത് ഹിസ്റ്ററി. അതായത് ഇവിടെ ഈ ഒരു ഗ്രാഫ് നോക്കുക, ഇവിടെ 1 എന്നുള്ള സ്റ്റേറ്റിൽ നിന്നും 2 എന്നുള്ള സ്റ്റേറ്റിലേക്ക് ഒരു പ്രോസസ് നടക്കും. അങ്ങനെയാണെങ്കിൽ അത് 3 പാത്തിലൂടെയാണ് നടക്കുന്നത്, എ, ബി ആൻഡ് സി. ഇതിൽ ഏതിലൂടെ നടന്നു കഴിഞ്ഞാലും 1 എന്നുള്ള പോയിന്റിലെയും 2 എന്നുള്ള പോയിന്റിലെയും വേരിയബിൾസിന് ചേഞ്ചസ് ഉണ്ടാകുന്നില്ല. അതായത് ഇവിടെയുള്ള പ്രോപ്പർട്ടീസ് 2ൽ ഉണ്ടാകുന്ന പ്രഷറും വോളിയം എന്തായിരിക്കും, ഏത് പാത്തിലൂടെ പ്രോസസ് നടന്നു കഴിഞ്ഞാലും സെയിം ആയിരിക്കും. അതുപോലെ 1ൽ ഉണ്ടാകുന്ന പ്രഷറും വോളിയവും എന്തായിരിക്കും, ഏത് പ്രോസസ് പാത്തിലൂടെ നടന്നു കഴിഞ്ഞാലും സെയിം ആയിരിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിന് അബൌട്ടായിട്ട് ഡിഫൈൻ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പോയിന്റ് ഫംഗ്ഷൻസ് എക്സാക്ട് ഡിഫറൻഷ്യൽസും കൂടി ആയിരിക്കും. അപ്പോൾ മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, എല്ലാ പ്രോപ്പർട്ടീസും എന്താണ്, ഒരു സിസ്റ്റത്തിന്റെ എല്ലാ പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലെ എല്ലാ പ്രോപ്പർട്ടീസും എന്താണ്, പോയിന്റ് ഫംഗ്ഷൻ ആണ്. സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം പോയിന്റ് ഫംഗ്ഷൻ ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് പാത്ത് ഫംഗ്ഷൻ. പാത്ത് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താ, വേരിയബിൾസ് ഡിപ്പെൻഡ്സ് ഓൺ പാത്ത് ഹിസ്റ്ററി. പ്രോസസ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ 1 എന്നുള്ള സ്റ്റേറ്റിൽ നിന്നും 2 എന്നുള്ള സ്റ്റേറ്റിലേക്ക് ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ 3 പാത്തിലൂടെയാണ് നടക്കുന്നത്, എ, ബി ആൻഡ് സി. അപ്പൊ ഈ 3 പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾസ് ആണ് ഹീറ്റും വർക്കും. ഹീറ്റും വർക്കും എന്താണ്, പാത്ത് ഫംഗ്ഷൻ ആണ്. എ എന്നുള്ള പാത്തിലൂടെ പ്രോസസ്സ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറും ആയിരിക്കില്ല ബി എന്നുള്ള പാത്തിലൂടെ പ്രോസസ്സ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറും. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ പാത്ത് ഫംഗ്ഷൻ? ആൻസർ ഓപ്ഷൻ സി, വർക്ക്. വർക്ക് ഒരു പാത്ത് ഫംഗ്ഷൻ ആണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്, പോയിന്റ് ഫംഗ്ഷൻ ആണ്. ബാക്കിയുള്ളതൊക്കെ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ അതൊരു
പോയിന്റ് ഫംഗ്ഷൻസിന് എക്സാമ്പിൾ ആണ്. വർക്ക് മാത്രമാണ് ഈ തന്നതിൽ എന്ത് പാത്ത് ഫംഗ്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ ചേഞ്ച് ഈസ് കോൾഡ്. ഓപ്ഷൻ ആറ്റം, മോളിക്യൂൾ, ഇലക്ട്രോൺ, കോമ്പൗണ്ട്. ഒരു കെമിക്കൽ ചേഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആറ്റം ആയിരിക്കും. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when a system execute a cyclic process, the net change in a property will be. Option positive, negative, zero, either positive or negative. ഒരു സൈക്ലിക് പ്രോസസ്സിൽ നെറ്റ് പ്രോപ്പർട്ടി ചേഞ്ച് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം എന്തായിരുന്നു ഒരു സൈക്ലിക് പ്രോസസ്സ് എന്ന് വെച്ചാൽ ഒരു സീരീസ് ഓഫ് സ്റ്റേറ്റ് ചേഞ്ചസിന് ശേഷം ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം തന്നെയാണെങ്കിലാണ് നമ്മൾ അതൊരു സൈക്ലിക് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു സൈക്കിൾ ആണ് എന്ന് പറയുന്നത്. അതായത് ഒരുപാട് പ്രോസസ്സുകൾ നടന്നിട്ട് ഫൈനലി എന്തായിരിക്കും ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും എന്തായിരിക്കും സെയിം തന്നെയായിരിക്കും. അങ്ങനെയുള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ഫിഗർ നോക്കുക, ഇതില് 1ൽ നിന്ന് 2ലേക്ക് ഒരു പ്രോസസ്സ് നടന്നു, 2ൽ നിന്ന് 1ലേക്ക് മറ്റൊരു പ്രോസസ്സ് നടന്നു. അപ്പൊ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും എന്ത് തന്നെയാണ് 1 തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. സൈക്ലിക് പ്രോസസ്സിൽ പ്രോപ്പർട്ടീസിൽ ഉണ്ടാകുന്ന ചേഞ്ച് എത്രയായിരിക്കും 0 ആയിരിക്കും. കാരണം എന്താ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം തന്നെയാണ്. അപ്പോൾ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും ഇനീഷ്യലിലും ഫൈനലിലും സെയിം തന്നെയായിരിക്കും. നെറ്റ് പ്രോപ്പർട്ടി ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ സൈക്ലിക് പ്രോസസ്സിലെ പ്രോപ്പർട്ടി ചേഞ്ച് എത്രയായിരിക്കും 0 ആയിരിക്കും. ആൻസർ ഓപ്ഷൻ സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹീറ്റ് ആൻഡ് വർക്ക് ആർ. ഓപ്ഷൻ പാത്ത് ഫംഗ്ഷൻസ്, ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്, പോയിന്റ് ഫംഗ്ഷൻസ്, നൺ ഓഫ് ദ എബോവ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹീറ്റും വർക്കും എന്താണ് പാത്ത് ഫംഗ്ഷൻസിന് എക്സാമ്പിൾ ആണ്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾസ് ആണ് എന്ത് ഹീറ്റും വർക്കും. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോപ്പർട്ടീസ് ഓഫ് എ സബ്സ്റ്റൻസ് ലൈക്ക് പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് ഡെൻസിറ്റി ഇൻ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് ആർ. ഓപ്ഷൻ പാത്ത് ഫംഗ്ഷൻസ്, പോയിന്റ് ഫംഗ്ഷൻസ്, സൈക്ലിക് ഫംഗ്ഷൻസ്, റിയൽ ഫംഗ്ഷൻസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു എല്ലാ പ്രോപ്പർട്ടീസും എന്താണ് പോയിന്റ് ഫംഗ്ഷൻസിന് എക്സാമ്പിൾസ് ആണ്. ആൻസർ ഓപ്ഷൻ ബി, പോയിന്റ് ഫംഗ്ഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ് നോർമൽ പ്രഷർ ദ ബോയിലിംഗ് ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഈസ്. ഓപ്ഷൻ 0 കെൽവിൻ, 100 കെൽവിൻ, 273 കെൽവിൻ, 373 കെൽവിൻ. അറ്റ് നോർമൽ പ്രഷർ ബോയിലിംഗ് ടെമ്പറേച്ചർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എത്രയാണ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ കെൽവിനിലാണ് തന്നത്. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ എത്രയാണ് 373 കെൽവിൻ ആണ്. ആൻസർ ഓപ്ഷൻ ഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം ഇറ്റ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, അഡിയബാറ്റിക് വർക്ക്, ഐസോതെർമൽ വർക്ക്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ അത് ഏത് ടൈപ്പ് വർക്കാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം നമ്മൾ എന്താണ് പോസിറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഇസ് നെഗറ്റീവ്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഇസ് പോസിറ്റീവ്, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്താണ് നെഗറ്റീവ് ആണ്. അപ്പൊ എന്തായിരുന്നു വർക്ക് ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ഡിസ്കസ് ചെയ്തു, ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഉണ്ടാകുന്ന എനർജി ട്രാൻസ്ഫർ. അപ്പോൾ ബൗണ്ടറിക്ക് അക്രോസ് ആയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ അല്ലാത്ത ബാക്കി എല്ലാം എനർജി ട്രാൻസ്ഫറിനെയും നമുക്ക് എന്ത് പറയാം വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയാം. എനർജി ട്രാൻസ്ഫർ അക്രോസ് ദ ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം അതർ ദാൻ ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണമാണ്. ഹീറ്റ് ട്രാൻസ്ഫർ അല്ലാത്ത എല്ലാ എനർജി ട്രാൻസ്ഫറിനെയും ബൗണ്ടറിക്ക് അക്രോസ് ആയിട്ടുള്ള എല്ലാ എനർജി ട്രാൻസ്ഫറും എന്താണ് വർക്ക് ട്രാൻസ്ഫർ ആണ്. ഇങ്ങനെ ഒരു വർക്ക് ട്രാൻസ്ഫർ നടന്നു എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം വർക്ക് ബൗണ്ടറി ക്രോസ് ചെയ്തിരിക്കണം. ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറും സിഗ്നിഫിക്കൻസ് ഉണ്ടാകുന്നത് എപ്പോഴും മാത്രമാണ് അത് സിസ്റ്റത്തിന്റെ ബൗണ്ടറി ക്രോസ് ചെയ്യുമ്പോൾ മാത്രമാണ്. ഇപ്പൊ വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ ആണ്. വർക്ക് ഒരു പാത്ത് ഫംഗ്ഷൻ ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വർക്ക് ഒരു പാത്ത് ഫംഗ്ഷൻ ആണ്. അത് ഒരു സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി അല്ല. അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം പോസിറ്റീവ് വർക്കാണ്. ആൻസർ ഓപ്ഷൻ എ. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ എന്തായിരിക്കും നെഗറ്റീവ് വർക്ക് ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ എനർജി ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഇൻ എ പ്രോസസ്. ഓപ്ഷൻ ഇൻക്രീസസ്, ഡിക്രീസസ്,
റിമൈൻസ് കോൺസ്റ്റന്റ് നോട്ട് പ്രഡിക്റ്റബിൾ. ഒരു പ്രോസസ്സിൽ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എനർജി എങ്ങനെയായിരിക്കും? നമുക്കറിയാം എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വെച്ചാൽ എനർജി ട്രാൻസ്ഫറും മാസ് ട്രാൻസ്ഫറും ഇല്ലാത്ത സിസ്റ്റംസിനാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി പ്ലസ് വർക്ക് ട്രാൻസ്ഫർ ആണ്. ഇവിടെ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ഹീറ്റ് ട്രാൻസ്ഫർ 0 ആയിരിക്കും, വർക്ക് ട്രാൻസ്ഫർ 0 ആയിരിക്കും. അതുകൊണ്ട് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. സിസ്റ്റത്തിന്റെ എനർജി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ എനർജി ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഇസ് ഓൾവേസ് കോൺസ്റ്റന്റ്. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എനർജി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻസർ ഓപ്ഷൻ സി, റിമൈൻസ് കോൺസ്റ്റന്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് കൺസേർവ്ഡ് വിത്ത് കൺസർവേഷൻ ഓഫ് ഡാഷ്. ഓപ്ഷൻ നമ്പർ ഓഫ് മോളിക്യൂൾസ്, ടെമ്പറേച്ചർ, എനർജി, നമ്പർ ഓഫ് മോൾസ്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? കൺസർവേഷൻ ഓഫ് എനർജി ആണ്. ആൻസർ ഓപ്ഷൻ സി. Next, the temperature at which volume of a gas becomes 0 is called dash. Option absolute scale temperature, absolute zero temperature, absolute temperature, none of the above. ഒരു ഗ്യാസിന്റെ വോളിയം 0 ആവുന്ന ടെമ്പറേച്ചർ. നമുക്കറിയാം ഗ്യാസ് ലോ എന്ന് പറയുന്നത് PV = mRT. ഇതില് ചാൾസ് ലോ പ്രകാരം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ ആബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിൽ, അതായത് 0 കെൽവിനിൽ വോളിയം എന്തായിരിക്കും? വോളിയം അപ്രോച്ചസ് ടു 0. വോളിയം 0ലേക്ക് അപ്രോച്ച് ചെയ്യും. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ആബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ. ആബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിലാണ് ഒരു ഗ്യാസിന്റെ വോളിയം 0 ആയി മാറുന്നത്. പക്ഷെ ഇത് ഒരു ഇമ്പോസിബിൾ അല്ലെങ്കിൽ ഇമാജിനറി കൺസെപ്റ്റ് മാത്രമാണ്. കാരണം ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു ഗ്യാസിന്റെ വോളിയം 0ലേക്ക് അല്ലെങ്കിൽ ആബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. ആബ്സല്യൂട്ട് 0യിൽ വോളിയം 0 ആയിരിക്കില്ല. കാരണം ആബ്സല്യൂട്ട് 0 എത്തുന്നതിനേക്കാൾ മുന്നേ തന്നെ ഗ്യാസുകൾ ഗ്യാസ് ലോ ഒബേ ചെയ്യാതെയാവും, അല്ലെങ്കിൽ ഗ്യാസ് ലോ വയലേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് ഒരു ലിക്വിഡോ അല്ലെങ്കിൽ സോളിഡോ ആയിട്ട് മാറും. അപ്പോ ഇതെന്താണ്? ഒരു ഇമ്പോസിബിൾ കൺസെപ്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Work done will be 0 in case of option isothermal process, adiabatic process, free expansion, none of the above. ഈ തന്ന പ്രോസസ്സുകളിൽ വർക്ക് ഡൺ ഏത് പ്രോസസ്സിലായിരിക്കും 0 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷനും നോക്കാം. നമുക്കറിയാം നമ്മുടെ ഡിഫറെന്റ് പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്, കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ് അല്ലെങ്കിൽ ഐസോതെർമൽ പ്രോസസ്, അഡിയബാറ്റിക് പ്രോസസ്, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ 0 ആയിട്ടുള്ള പ്രോസസ്. അപ്പോൾ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു 1 നിന്ന് 2 എന്നുള്ള സ്റ്റേറ്റിലേക്ക് ഒരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണെങ്കിൽ അതിന്റെ വർക്ക് ഡൺ എന്താണ്? P × V2 - V1 ആണ്. P × V2 - V1. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണെങ്കിലോ P × V2 - V1 എന്തായിരിക്കും? ഇവിടെ 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ P1 V1 ln V2/V1 ആണ്. അവിടെയും വർക്ക് ഡൺ എന്തല്ല? 0 അല്ല. P1 V1 ln V2/V1. ഇനി അഡിയബാറ്റിക് പ്രോസസ് ആണെങ്കിൽ P1 V1 - P2 V2 ഡിവൈഡഡ് ബൈ ഗാമ -1. ഗാമ എന്ന് പറയുന്നത് അഡിയബാറ്റിക് ഇൻഡെക്സ്. അതാണ് വർക്ക് ഡണ്ണിന്റെ അഡിയബാറ്റിക് പ്രോസസ്സിലെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്തൊക്കെയായിരുന്നു? ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ്സിൽ വർക്ക് ഡൺ എന്താണ്? P1 V1 log V2 ഡിവൈഡഡ് ബൈ V1. അപ്പോൾ എന്താണ്? ഐസോതെർമൽ പ്രോസസ്സിൽ വർക്ക് ഡൺ 0 അല്ല. ഇനി അഡിയബാറ്റിക് പ്രോസസ്. അഡിയബാറ്റിക് പ്രോസസ്സിലെ P1 V1 - P2 V2 ഡിവൈഡഡ് ബൈ ഗാമ -1. അവിടെയും എന്തല്ല? വർക്ക് ഡൺ 0 അല്ല. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? ഫ്രീ എക്സ്പാൻഷൻ. എന്താ ഫ്രീ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ എക്സ്പാൻഷൻ അഗെയിൻസ്റ്റ് വാക്വം. ഒരു ഗ്യാസ് വാക്വത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഗ്യാസ് വാക്വത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഗ്യാസിനുണ്ടാകുന്ന റെസിസ്റ്റൻസ്, എക്സ്പാൻഡ് ചെയ്യുന്നതിന് അഗെയിൻസ്റ്റ് ആയിട്ടുണ്ടാകുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ ഗ്യാസിന് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ഡൺ എന്തായിരിക്കും?
എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ ഫ്രീ എക്സ്പാൻഷൻ എന്താണ്? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറയുന്നത് 0 ആണ്. കാരണം വാക്വത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് അവിടെ എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി, ഫ്രീ എക്സ്പാൻഷൻ. ഫ്രീ എക്സ്പാൻഷനിൽ വർക്ക് ഡൺ 0 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് ദ അപ്രോച്ച് ടുവാർഡ്സ് മാറ്റർ ഈസ് ഡാഷ്. ഓപ്ഷൻ മാക്രോസ്കോപ്പിക്, മൈക്രോസ്കോപ്പിക്, മാക്രോസ്കോപ്പിക് ആൻഡ് മൈക്രോസ്കോപ്പിക്, നൺ ഓഫ് ദ എബോവ്. എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സിൽ നമ്മൾ ഒരു മാറ്ററിനെ സ്റ്റഡി ചെയ്യാൻ ഏത് അപ്രോച്ച് ആണ് സെലക്ട് ചെയ്യുന്നത്? മാക്രോസ്കോപ്പിക് ആണോ, മൈക്രോസ്കോപ്പിക് ആണോ, അല്ലെങ്കിൽ ഇത് രണ്ടും ആണോ? അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ മാക്രോസ്കോപ്പിക് അപ്രോച്ചും മൈക്രോസ്കോപ്പിക് അപ്രോച്ചും? നമുക്ക് ഒരു മാറ്ററിനെ രണ്ട് തരത്തിൽ സ്റ്റഡി ചെയ്യാം. ഒന്ന് മൈക്രോസ്കോപ്പിക് അപ്രോച്ചും മറ്റൊന്ന് മാക്രോസ്കോപ്പിക് അപ്രോച്ച്. മൈക്രോസ്കോപ്പിക് അപ്രോച്ചിൽ മാറ്ററിന്റെ മോളിക്കുലാർ ലെവൽ സ്റ്റഡിയാണ്. അതായത് ഓരോരോ മോളിക്യൂളിനെയും നമ്മൾ സ്റ്റഡി ചെയ്യും. ഈച്ച് ആൻഡ് എവരി മോളിക്യൂൾ, ഓരോ ഇൻഡിവിജ്വൽ മോളിക്യൂൾസിനെയും അതിന്റെ വെലോസിറ്റി, പൊസിഷൻ, പ്രഷർ, ടെമ്പറേച്ചർ, അതുപോലെ എനർജി, ഇങ്ങനെ ഓരോ മോളിക്യൂൾസിന്റെയും എല്ലാ പ്രോപ്പർട്ടീസും സ്റ്റഡി ചെയ്യുന്നതിനെയാണ് നമ്മൾ മൈക്രോസ്കോപ്പിക് സ്റ്റഡി എന്ന് പറയുന്നത്. അങ്ങനെ സ്റ്റഡി ചെയ്തിട്ട് ആ മോളിക്യൂൾസിന്റെ എല്ലാം ബിഹേവിയർ ആണ് നമ്മൾ മാറ്ററിന്റെ ബിഹേവിയർ ആയിട്ട് പറയുന്നത്. അതായത് അതെന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് വെച്ചിട്ട് സം ചെയ്തിട്ടാണ് നമ്മൾ മാറ്ററിന്റെ ബിഹേവിയർ ആയിട്ട് പറയുന്നത്. ഇതിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് കൂടി പറയും, ഇങ്ങനെ സ്റ്റഡി ചെയ്യുന്നതിന്. പക്ഷെ ഇങ്ങനെ സ്റ്റഡി ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ? ഒരു മാറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് മോളിക്യൂൾസ് ചേർന്നായിരിക്കും ഒരു മാറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോ മോളിക്യൂൾസിനെയും സെലക്ട് ചെയ്ത് സ്റ്റഡി ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, അല്ലെങ്കിൽ എപ്പോഴും അത് കൺവീനിയന്റ് ആയിട്ടോ അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കേസുകളിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതായത് സ്പേസിലെ സ്റ്റഡി, റീ എൻട്രി വെഹിക്കിൾസിന്റെ സ്റ്റഡി, അതുപോലെ നാനോ ലെവൽ ഹീറ്റ് ട്രാൻസ്ഫർ, അങ്ങനെയൊക്കെ ഉള്ള അപ്രോച്ചുകളിൽ മാത്രമാണ് നമ്മൾ മൈക്രോസ്കോപ്പിക് അപ്രോച്ച് യൂസ് ചെയ്യുന്നത്. അതായത് മോളിക്യുലർ ലെവൽ സ്റ്റഡി. ഇനി എന്താ മാക്രോസ്കോപ്പിക് സ്റ്റഡി എന്ന് പറയുന്നത്? ഇവിടെ മാറ്ററിന്റെ ഒരു ഗ്രോസ് ബിഹേവിയർ ആണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരുപാട് മോളിക്യൂൾസിന്റെ ഒരു ആവറേജ് ബിഹേവിയർ ആണ് നമ്മൾ എവിടെ കൺസിഡർ ചെയ്യുന്നത്? മാക്രോസ്കോപ്പിക് അപ്രോച്ചിൽ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആവറേജ് ബിഹേവിയർ നമുക്ക് ഡയറക്റ്റ് മെഷർ ചെയ്യാനും സെൻസ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ഈ പ്രഷർ, ടെമ്പറേച്ചർ, അല്ലെ വോളിയം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു എനർജി എന്നൊക്കെ പറയുന്നത് ഒരുപാട് മോളിക്യൂൾസിന്റെ ആവറേജ് ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ഗ്രോസ് ബിഹേവിയർ ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ്? അവിടെ മാക്രോസ്കോപ്പിക് സ്റ്റഡിയാണ്. ഇതിനെ നമ്മൾ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് കൂടി പറയും. മാക്രോസ്കോപ്പിക് അപ്രോച്ചിനെ നമ്മൾ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് കൂടി പറയും. അപ്പോ നമ്മൾ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സിൽ ഫോളോ ചെയ്യുന്നത് എന്താണ്? മാക്രോസ്കോപ്പിക് അപ്രോച്ചാണ്. കാരണം ഓരോ മോളിക്യൂൾസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റഡി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു മാറ്ററിന്റെ ഗ്രോസ് ബിഹേവിയർ അല്ലെങ്കിൽ ഒരു കൂട്ടം മോളിക്യൂൾസിന്റെ ആവറേജ് ബിഹേവിയർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റഡി ചെയ്യുന്നത്. അങ്ങനെയുള്ള അപ്രോച്ചിനെയാണ് നമ്മൾ മാക്രോസ്കോപ്പിക് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് മാക്രോസ്കോപ്പിക് അപ്രോച്ച് ആണ്. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. The absolute temperature on centigrade scale at which volume of gas become 0 is option minus 460 degree Celsius, minus 273 degree Celsius, plus 80 degree Celsius, plus 100 degree Celsius. നമ്മൾ പറഞ്ഞു വോളിയം ഓഫ് ഗ്യാസ് 0 ആവുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ആബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ അല്ലെങ്കിൽ 0 കെൽവിൻ. പക്ഷെ ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? സെന്റിഗ്രേഡ് സ്കെയിലാണ് തന്നിരിക്കുന്നത്. അപ്പോ എന്തായിരിക്കും ആൻസർ? 0 കെൽവിൻ എന്ന് പറയുന്നത് minus 273 ഡിഗ്രി സെൽഷ്യസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എ ഗ്യാസ് ഈസ് ഹീറ്റഡ് അറ്റ് എ പ്രഷർ കീപ്പിംഗ് ദ വോളിയം കോൺസ്റ്റന്റ് then work done will be equal to ഓപ്ഷൻ പോസിറ്റീവ്, നെഗറ്റീവ്, 0, പ്രഷർ ഇൻറ്റു വോളിയം. ഒരു ഗ്യാസ് വോളിയം കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചുകൊണ്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്ന വർക്ക് ഡൺ എത്രയായിരിക്കും? അപ്പൊ എന്താണ് അത്? കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് അല്ലെങ്കിൽ ഐസോകോറിക് പ്രോസസ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഐസോകോറിക് പ്രോസസ്സിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. പി ഇൻറ്റു ഡി വി, ചേഞ്ച് ഇൻ വോളിയം 0 ആയിരിക്കും. അപ്പോൾ എന്താണ്? വർക്ക് ഡൺ 0 ആയിരിക്കും.
അപ്പൊ എന്തായിരിക്കും ഇവിടെ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് 0. ആൻസർ ഓപ്ഷൻ സി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a closed system is undergoing an irreversible process, the entropy of the system. Option must increase, always remains constant, must decrease, can increase, decrease or remains constant. ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സിലുള്ള ക്ലോസ്ഡ് സിസ്റ്റത്തിലെ എൻട്രോപ്പി എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യോ, ഡിക്രീസ് ചെയ്യോ, അല്ലെങ്കിൽ എന്തായിരിക്കും എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാകുക? അപ്പൊ അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ ഒരു സിസ്റ്റത്തിന്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് 2 കാരണം കൊണ്ടാണ് ചേഞ്ച് ചെയ്യുക. ഒന്ന്, സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച് ഇൻ സിസ്റ്റം ഈസ് ഈക്വൽ ടു എൻട്രോപ്പി ചേഞ്ച് ഡ്യൂ ടു ഹീറ്റ് ട്രാൻസ്ഫർ പ്ലസ് എൻട്രോപ്പി ചേഞ്ച് ഡ്യൂ ടു ഇന്റേണൽ ഇറിവേഴ്സിബിലിറ്റി. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ, സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ കൊണ്ട് എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാവും. അതുപോലെ ഇന്റേണൽ ഇറിവേഴ്സിബിലിറ്റി കാരണം എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാവും. ഇതിൽ ഈ ഇന്റേണൽ ഇറിവേഴ്സിബിലിറ്റി കാരണം ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന എൻട്രോപ്പി ചേഞ്ച് ആണ്. അതായത് മിക്സിങ്, ഫ്രിക്ഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ട്, ഇലക്ട്രിക് റെസിസ്റ്റർ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ട് ഉണ്ടാവുന്ന എൻട്രോപ്പി ജനറേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻട്രോപ്പി ജനറേഷൻ ഡ്യൂ ടു ഇന്റേണൽ ഇറിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ ഈ ടേം എൻട്രോപ്പി ചേഞ്ച് ഡ്യൂ ടു ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ കാരണം ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച് ആണ്. ഇതിൽ ഈ എൻട്രോപ്പി ജനറേഷൻ ഡ്യൂ ടു ഇന്റേണൽ ഇറിവേഴ്സിബിലിറ്റി ഒന്നുകിൽ 0 ആവാം അല്ലെങ്കിൽ പോസിറ്റീവ് ആവാം. ഒന്നുകിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അത് എൻട്രോപ്പി എന്ത് ചെയ്യുന്നില്ല? ജനറേഷൻ ഉണ്ടാകുന്നില്ല. ഇന്റേണൽ ഇറിവേഴ്സിബിലിറ്റി കാരണം എൻട്രോപ്പി ജനറേഷൻ ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ആ ചേഞ്ച് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. എൻട്രോപ്പി ജനറേഷൻ ഉണ്ടാകുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ ടേം 0 ആവാം അല്ലെങ്കിൽ പോസിറ്റീവ് ആവാം. ഇനി എൻട്രോപ്പി ജനറേഷൻ ഡ്യൂ ടു ഹീറ്റ് ട്രാൻസ്ഫർ, ഈ ടേം ഒന്നുകിൽ നെഗറ്റീവ് ആവാം അല്ലെങ്കിൽ പോസിറ്റീവ് ആവാം. അതായത് സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിജക്ട് ചെയ്യുകയാണെങ്കിൽ ആ ടേം എന്താവും? നെഗറ്റീവ് ആയിരിക്കും. സിസ്റ്റത്തിലേക്ക് ഹീറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ, സറൗണ്ടിൽ നിന്ന് ഹീറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ടേം പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷനിലെ സെക്കൻഡ് ടേം, ഈ ടേം എന്താവാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അതുകൊണ്ട് തന്നെ നമ്മുടെ എൻട്രോപ്പി ചേഞ്ച് ഇൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? ഒന്നുകിൽ ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ 0 ആവാം. അപ്പോ ഇൻ ജനറൽ നമുക്ക് എന്ത് പറയാം? ദ എൻട്രോപ്പി ചേഞ്ച് ഓഫ് എ സിസ്റ്റം മേ ഇൻക്രീസ്, ഡിക്രീസ് ഓർ റിമെയിൻസ് സെയിം. നമ്മൾ സിസ്റ്റത്തിന്റെ എൻട്രോപ്പി ആണ് പറയുന്നത്. അത് എപ്പോഴും ഓർമ്മ വേണം. അത് ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ റിമെയിൻ സെയിം ആയിട്ട് ഇരിക്കാം ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ. അതേസമയം യൂണിവേഴ്സിന്റെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത്, യൂണിവേഴ്സിൽ ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും ഇൻക്രീസിംഗ് ആയിരിക്കും. യൂണിവേഴ്സിൽ ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എൻട്രോപ്പി ചേഞ്ച് ഇൻ സിസ്റ്റം പ്ലസ് എൻട്രോപ്പി ചേഞ്ച് ഇൻ സറൗണ്ടിങ്. അത് എപ്പോഴും എന്തായിരിക്കും? ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. അതായത് എപ്പോഴും ഇൻക്രീസിംഗ് ആയിരിക്കും. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി. എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം ക്യാൻ ഇൻക്രീസ്, ഡിക്രീസ് ഓർ റിമെയിൻ കോൺസ്റ്റന്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഗിവ്സ് റിലേഷൻ ബിറ്റ്വീൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഹീറ്റ് ആൻഡ് ഇന്റേണൽ എനർജി, ഹീറ്റ് ആൻഡ് വർക്ക്, ഹീറ്റ്, വർക്ക് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റം, നൺ ഓഫ് ദ എബോവ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഏതൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ് തരുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ഹീറ്റ് ആൻഡ് വർക്ക്. ഹീറ്റും വർക്കും തമ്മിലുള്ള റിലേഷൻ ആണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് തരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ തെർമോഡൈനാമിക്സിന്റെ ഇത്രയും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പഠിക്കുക. താങ്ക് യു.